ചേച്ചി ഇതിൽ വെക്കാൻ പറ്റിയ ഒരു 500 ഉണ്ടാവും. ഇടില്ല. അപ്പൊ ഒരു 1000 മതി. നീ നേരത്തെ 500 അല്ലേ ചോദിച്ചേ? അപ്പൊ കേട്ട് തന്നാ മതി. എന്തോ എങ്ങനെ? മോഷണം ലീഡർ KP രക്തത്തിൽ ഇല്ലാത്തോണ്ട് മാത്രം ചോദിക്കാൻ. ഓഹോ, അപ്പൊ എന്റെ രക്തത്തിലുണ്ടെന്ന്, ഞാൻ കള്ളിയാണെന്ന്. ചേച്ചി ദേഷ്യപ്പെടുമ്പോ ചേച്ചിയുടെ മൂക്ക് ചെറുതായിട്ട് വളയുന്നുണ്ടോന്നൊരു സംശയം. അത് നിന്റെ കണ്ണിന്റെ വളവാ. വേറെ ചോദിക്കും. മുല്ലപ്പള്ളി സാറ് ചേച്ചിനെ കൊറേ അന്വേഷിച്ചിട്ടോ. അങ്ങനെ ചോദിച്ചു. എന്റെ മൂക്കിന്റെ വളവിനെ പറ്റിയോ? ഇയാളധികം വളയ്ക്കണ്ട. ഇയാൾക്ക് എന്തോ വേണം? കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. അശോ, അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെ നോക്കാൻ പറ്റില്ല. കൊറേ ഉണ്ടല്ലോ. ഈ സ്ഥലം ഇന്നും കൂടിയേ ഉള്ളൂ. പിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. എന്താ ചേച്ചി വലത്തെ കൈ ഉണ്ട്? കടമൊന്നും മേടിക്കണല്ലോ. എഴുതി വെച്ചേക്കണല്ലോ അല്ലേ? നോക്കണ്ട, അത്രേ ഉള്ളൂ. അച്ഛാ, വീടൊക്കെ പെയിന്റ് അടിക്കാറായിട്ടോ. ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ്. എപ്പോഴും എന്തിനാടാ അവളെ ഇങ്ങനെ പിഴിയുന്നേ? എനിക്ക് കിഫ്ബി മസാല പോണ്ടേ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തോണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ എങ്ങനെയാണ്. വീട്ടുകാരും ഒന്നും നിനക്കറിയണ്ടല്ലോ. അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കളമാരിങ്ങനെ തെണ്ടേണ്ടി വരും. ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികം. അതല്ലേ ഇവിടെ നടക്കുന്നത്. വിട്ടേക്ക് വേണേ. അച്ഛൻ റെസ്റ്റ് എടുക്കൂ, ചെല്ലു. എന്റെ പൊന്നു പോതട്ട, ഇവിടുന്ന് ബ്രില്യൻസ് അടിക്കാണ്ട് വല്ല കണ്ടെത്തി കാണിച്ചേ. നല്ലൊരു ദിവസമായിട്ട് ബോറടിപ്പിക്കാൻ. എല്ലാരും ഉണ്ടല്ലോ, എടുത്തോളൂ, വീഡിയോ എടുത്തോളൂ. നീ അല്ല ഞാൻ സാർ. എവിടെ? വേഗം വാ, ഇതിലോട്ടൊന്ന് കയറിക്കേ. കൈ കൈ കൈ. മഹാത്മാവ് എനിക്കൊരു വികാരമാണ്. എന്തടിപൊളി പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നത്. രഘുപതി രാഘവ രാജാറാം, പിന്നെ പതീത പാവൻ സീതാറാം. ആ മഹാത്മാവിനെ തൊഴുകയോടെ ഞാൻ സ്മരിക്കുക. നിങ്ങളും സ്മരിക്കണം. നമ്മൾ ഭരണത്തിൽ വന്നിട്ട് വേണം ഈ നോട്ടൊന്ന് തിരിച്ചുകൊണ്ട്. വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന. എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയാബാധയാണ്. അതിനൊരു അറുതി വരുത്തിയേ തീരൂ. അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണിസഞ്ചി. മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ പ്ലീസ്. ചേട്ടന്മാരെ ഒന്ന് മാറി. ആശാനും കൊള്ളാം, ശിഷ്യന്മാരും കൊള്ളാം. TV ക്യാമറ കണ്ട മോന്തയുടെ കാര്യത്തിൽ ഇവന്മാർ ഒറ്റ ഗ്രൂപ്പാ. എന്തുവാടേ ഇത്? 8 കളി ഛർദ്ദിച്ച പോലെ ആക്കിയല്ലേ എന്നെ. പൊട്ടിക്കല് വാടക എടുത്താൽ ഇതിലും നല്ല വല്ല കടലിൽ ചാടിയ മയിലിന് തീറ്റ കൊടുക്കായിരുന്നു. കുറച്ചുകൂടി കവറേജ് ഉള്ളി കിട്ടിയാനെ. അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ശശിചേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. തെങ്ങിനു വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. ശശിചേട്ടാ വാന്നേ. വരും. അച്ഛൻ തെങ്ങേ കയറി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി. പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ. എന്നെ പോലൊരാളെ വിളിച്ച് ആദരിച്ച. ഉണ്ടനൂലിന്റെ കാശ് കൊടുത്തു, ചക്ക കടം പറഞ്ഞു. ഓഹ്, ഇത് പോയില്ലേ. നമുക്ക് തോന്നുന്ന ഐഡിയാണ് ചേച്ചി എടുത്ത് പൂശിയത്. ഇടറെ ചെലവും തുച്ഛം ഗുണവും മെച്ചം. ഈ ഹനുമാൻ ജ്വല്ലറിക്കാരെ കൊണ്ട് തുണിസഞ്ചി അടിപ്പിച്ച വകയില് മിനിമം 2000 ചേച്ചി അടിച്ചിട്ടുണ്ടാവും. ഒന്ന് പോടാ പറഞ്ഞു. ഈ തെങ്ങേറ്റക്കൻ ശശിയെ ഇങ്ങനെ ആദരിച്ചെന്റെ കുട്ടൻസാണ് എനിക്ക് മനസ്സിലാവാത്തത്. കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാഹചര്യത്തിൽ അയാളെ പൊന്നാട അണിപ്പിച്ചത്. ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട്, അത് തീർച്ച. നമുക്കിത് ഇതിന് ക്ഷീണം തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും.
നമുക്ക് ഈ തോൾസഞ്ചിയിൽ ഗാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അംഗൻവാടി ടീച്ചറായ ദീപാ നിരാശിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാലടിച്ചാലോ? എന്താ പറയാം? അത് മതി. പൊങ്കാല പൊങ്കാല മതി അല്ലേ? പൊങ്കാല മതി. ഉറപ്പിക്കാം. പൊങ്കാല. എടാ, ഒരു നമ്പർ പോലും മാച്ച് ചെയ്യുന്നില്ല. ഞാൻ അവനെ കൊണ്ടുപോയി എണ്ണ കിട്ടവന്നെ. ആരാ? എന്താ? അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ക്ഷണിക്കാൻ വന്നാണേ. അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാലിടല്? അടുപ്പ് കത്തിച്ച ഒരു ഉദ്ഘാടനം ജസ്റ്റ് ഒന്ന് വന്നാ മതി. എന്താണ് ഡേറ്റ്? ഈ വരുന്ന 22-ാം തീയതിയാ. 22. ഈയിടെയായിട്ട് കുറച്ച് ബിസിയാണ്. നോക്കട്ടെ. അയ്യോ, 22 ഡേറ്റ് ഇല്ലല്ലോ. അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക്, ഞാൻ വരാം. വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം. സന്തോഷം. ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലേ 22 ഡേറ്റിൽ ഞാൻ അവരെന്ത് വിചാരിക്കും? രാവിലെ തന്നെ 4 കൂടി അമ്പലം വഴിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ പറ്റും. ഇങ്ങോട്ട് വാ. ക്യാൻസറിന് സൂനന്ത, ജൈവ കൃഷിക്ക് സൂനന്ത, പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സൂനന്ത, എന്തിന് പെണ്ണുങ്ങൾ സംഘം ഉണ്ടാക്കാൻ സൂനന്ത. ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? എന്താണ് പ്രശ്നം? പുറത്തെന്താ പ്രശ്നം? അത് പള്ളിയിറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ. അവിടെ ആനയെ നിക്രടിക്കാനും സുനന്ദയെ വേണമെന്ന്. ഇത് പിടിച്ചേ, കഴിച്ചോ. എനിക്കാണെങ്കിൽ സങ്കടം കക്കൂസ് പൊട്ടിട്ടോയാ. നമ്മൾ പ്രതീക്ഷിച്ച പുള്ളി ഇങ്ങനെ വിചാരിക്കും. നമസ്കാരം. നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയാണ്. ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. ക്ഷമിക്കണം, അകത്ത് കയറിയിരിക്കാം. ഇല്ല, പോയിട്ട് ഇച്ചിരി ധൃതിയുണ്ട്. മെമ്പർ ഒന്ന് വരാമെന്ന് സമ്മതിച്ചാൽ ഓ മതിയായിരുന്നു. പിന്നെന്താ, തീർച്ചയായിട്ടും വരാലോ. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യം ആർക്കാ അറിയാത്തത്? വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ. അച്ഛാ, സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണിയായി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ. ഇപ്പൊ കതറിടാനും തല്ലുള്ള ഞാൻ. എന്നിട്ട് ഞാൻ വെറും 22 രാവിലെ വണ്ടി അയക്കാം. അയ്യോ വേണ്ട, ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം. പക്ഷേ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത്. അത് കരയോഗക്കാരോട് എല്ലാരോടൊന്നും പറഞ്ഞേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ഓ ശരി ശരി. ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടോ? നീ ആയിട്ടുണ്ടോ? സുനിതയെ കുറിച്ച് പറയുമ്പോ സുനിതയെ കുറിച്ച് പറയണം, അല്ലാതെ വെറുതെ വിഷയത്തെ വ്യതിചരിക്കരുത് അച്ഛാ. എടാ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. പിന്നെ ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കടാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ 500 വോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ. ഹലോ, ഒരു മിനിറ്റ്. ദേ ഇന്നലെ വാങ്ങിച്ച കാശ് അഭിമാനം പണയം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെ പി. ഇതിപ്പോ ആരെ പറ്റിച്ചു? ആ പാവ അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ? അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ? ഇനി ഈ കടവും ഞാൻ തന്നെ വീട്ടണ്ടേ? ഹേയ്, ഒരു മാതിരി അനാവശ്യം പറയാൻ നിൽക്കരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. അലീനെ പോലെയല്ല, ഈ നീനയായിട്ടുള്ളതിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ, അത് നിനക്ക് തന്നെ ഭാര്യയാവും. നീ നോക്കിക്കോ. ഇത് ഞാൻ ആരിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിനെ അധ്വാനിച്ചുണ്ടാക്കിയത്. അടിപിടി കേസ്, സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം. ഇവിടെ അഴിമതിയില്ലേ? ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈതകോറച്ചിനൊന്നും പറ്റൂല. കോഴിത്തീറ്റ, കാലിത്തീറ്റ, പാലം, പശുവിന വിതരണം, മറ്റേ ബോർഡ്, എന്തൊക്കെ സുനാമി, കൊടുങ്കാറ്റ്. സത്യം പറയും, നീ ഇപ്പിട്ടിരിക്കുന്ന പാവാടുള്ള കഴിഞ്ഞ വെള്ളത്തിന്റെ അല്ലേ? നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കണകണ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. അപ്പൊ കാണിക്കാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ട വഴി ഓടാനാടി. അച്ഛാ, ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെന്തെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ. അതാണ് നിനക്ക്. അയ്യോ അസൂയ, അസൂയ. അയ്യോ, അസൂയപ്പെടാൻ പറ്റിയ സാധനം. അച്ഛാ, ഓ നീ പോടി കെട്ടാ കളി. നീ പോടാ മരയോന്തേ. ഞാൻ മുക്കിത്തരാടാ പപ്പടത്തലയാ. ഇപ്പൊ ഇവള് കാണിച്ചോട്ടെ എല്ലാത്തിനും എനിക്കറിയാം 4000 രൂപ കാണിച്ചു തരാം. ഉച്ചക്കട്ടല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും. ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴെ തന്നെ. ഞാൻ ഉരുട്ടി വെക്കാടാ, ഉരുള ഉരുട്ടി വെക്കാം. നീയല്ലേ നിക്കടിക്കാൻ ആരെ കൂടെ കൊടുക്കുന്നുള്ള മാറ കുടിക്കണേ. ചവിട്ട് കുടിക്കും.